തിരുവനന്തപുരം ടാഗോർ സെന്റിനറി ഹാളിൽ 1970 ഡിസംബർ 27 മുതൽ 30 വരെ ചേർന്ന സമ്മേളനത്തിലാണ് SFI എന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ രൂപവൽക്കരണം. വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന SFIയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് AKG ആയിരുന്നു. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നീ മുദ്രാവാക്യങ്ങൾ രക്തനക്ഷത്രാങ്കിതമായ ശുഭ്രപതാകയിൽ ആലേഖനം ചെയ്യാനും ആ സമ്മേളനം തീരുമാനമെടുത്തു. ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു അന്ന് SFIക്ക് ജയിക്കാനായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. അരനൂറ്റാണ്ടിൽ SFI നേടിയത് വലിയ വളർച്ച തന്നെയായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പൊക്കിൾക്കൊടി എന്നാണ് SFIയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. നാം ഇന്നറിയുന്ന ഒട്ടുമിക്ക നേതാക്കളും പടർന്ന് പന്തലിച്ചത് ഈ പൊക്കിൾക്കൊടി മുറിച്ചാണ്. CPM ദേശീയ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലെത്തിയ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും, കേന്ദ്ര കമ്മിറ്റി അംഗം MA ബേബിയും, കേരളത്തിലെ ധനകാര്യമന്ത്രി KN ബാലഗോപാലും, അങ്ങനെ ആ പട്ടിക നീളുകയാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വരെ ആ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമ്മാനിച്ചത് SFI എന്ന പ്രസ്ഥാനമാണ്. 1,24,000 അംഗങ്ങളാണ് ഒന്നാം അഖിലേന്ത്യാ സമ്മേളനകാലത്ത് ഇന്ത്യയിലാകെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൽ മാത്രം 14 ലക്ഷത്തിൽ അധികമാണ് SFI അംഗങ്ങൾ. അഖിലേന്ത്യാ തലത്തിൽ വരുമ്പോൾ 42 ലക്ഷത്തോളവും. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അട്ടിമറിക്കാൻ കൂസലില്ലാത്ത തീവ്ര വലതുപക്ഷ ശക്തികൾ ആധിപത്യം നേടുന്ന അത്യന്തം ആപൽക്കരമായ ഇക്കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കടമകൾ വളരെ വലുതാണെന്ന സന്ദേശം SFI കലാലയങ്ങളിൽ നൽകിയിരുന്നു. റാഗിങ്ങിനും മാനേജ്മെൻറ്റിൻ്റെ വിദ്യാർത്ഥിദ്രോഹ നടപടികൾക്കുമെല്ലാമെതിരെ ഒരു കാലത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന SFIയുടെ ആന്തരിക നിറം പുതിയ കാലത്ത് മാറി മാറി വരികയാണ്. അച്ചടക്ക ലംഘനവും സ്വഭാവദൂഷ്യവുമൊക്കെയായി SFI നേതൃത്വം അടക്കി ഭരിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അടുത്ത കാലത്തായി ചില നടപടികളൊക്കെ ഉണ്ടായി. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ആയതോടെ പരസ്യ മദ്യപാനത്തിലടക്കം ഏർപ്പെട്ടവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി ശുദ്ധികലശത്തിന് ശ്രമിച്ചുവെങ്കിലും അത് ആരംഭശൂരത്വം മാത്രമായി ഒതുങ്ങി. SFIക്കാരായ ചട്ടമ്പിമാരുടെ കയ്യൂക്കും തിണ്ണമിടുക്കുമുണ്ടെങ്കിൽ മാത്രമേ CPMന് പോലും നിലനിൽപ്പുള്ളൂ എന്ന അവസ്ഥയിലേക്കെത്തി കാര്യങ്ങൾ. ഈ SFIക്കാരുടെ ഒടുവിലത്തെ ക്രൂരതയാണ് കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിൻ്റെ അതിദാരുണ അന്ത്യത്തിന് കാരണം. രാഷ്ട്രീയ മേലാളന്മാരുടെ തണലും ആശീർവാദവും ലഭിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ മേൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം നീചത്വങ്ങൾ പോലും ആദ്യം മൂടിവെക്കപ്പെട്ടു. നിയന്ത്രിക്കാൻ പാർട്ടിക്ക് പോലും സാധിക്കാത്ത ഒരു വൈറസായി വിദ്യാർത്ഥി പ്രസ്ഥാനം മാറുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFIയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും പരിഹസിച്ചും നടനും സംവിധായകനുമായ ജോയ് മാത്യുവും ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരനുമൊക്കെ രംഗത്ത് വന്നു. ഒരു കാലത്ത് SFIയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന നിരവധി ആളുകളും ഇവരുടെ അതേ വികാരം തന്നെയാണ് പങ്കുവെക്കുന്നത്. SFI കേഡർമാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ പാർട്ടി നോക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പതാകയിൽ ചെഗുവേര, പ്രൊഫൈലും ചെഗുവേര തന്നെ. പിന്നെ എവിടെയൊക്കെ തിരുകാമോ അവിടെയൊക്കെ തിരുകാനും തന്നെ. പോരാത്തതിന് ഇടയ്ക്കൊക്കെ ചെഗുവേരയുടെ മകളാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിദേശത്ത് നിന്ന് ഇറക്കും. എന്നാൽ നമ്മുടെ ചുടുചോറുവാരികൾക്ക് അതിനേക്കാൾ താല്പര്യം കൊടി, കിർമാണി, ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തങ്ങളാകാനാണ്. അതുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി അവർ കൊലയ്ക്ക് കൊടുത്തതെന്ന് ജോയ് മാത്യു തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നു. ചുടുചോറുവാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരും കൊലകൾ തുടരും. ഈ ഒരു പ്രാകൃത കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നുവെന്ന് കുറ്റബോധം തരിമ്പുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതെന്നും ജോയ് മാത്യു കുറിക്കുന്നു. കേസിൽ SFI നേതാക്കളടക്കം ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നതും വ്യക്തമാണ്. സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് SFI നേതാവ് PM ആർഷോ പറഞ്ഞു. തെറ്റ് ചെയ്ത പ്രവർത്തകരെ പുറത്താക്കിയെന്നും
ഒരു കാരണവശാലും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലെന്നുമാണ് സംഘടനയുടെ നിലപാട്. കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും SFI നേതാവ് ആവശ്യപ്പെടുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ കയ്യിലൊന്നും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇനി നിൽക്കില്ല. ജീർണതയുടെ അഴുകിപ്പുഴുത്ത പ്രസ്ഥാനമായി SFI മാറിക്കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ കയറൂരി വിട്ടാൽ കലാലയങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ ആട്ടിപ്പായിക്കുന്ന കാലം വിദൂരമാവില്ല. ഒരു കാലത്ത് ഈ നാടിനായി പ്രവർത്തിച്ചിരുന്ന, കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനം ഇന്ന് കൊലയാളി സംഘമായി മാറിക്കഴിഞ്ഞു. കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ്റെ അതിദാരുണ അന്ത്യം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അപമാനമാണെന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് ശക്തിധരൻ. കേരളത്തിന് അപരിചിതമായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ വാഴ്ചയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇത് കാണിക്കുന്നത്. CPM നേതൃത്വം ഇതിൽ കാണിക്കുന്ന നിസ്സംഗത മാപ്പർഹിക്കാത്ത ക്രൂരതയാണ്. വിദ്യാർത്ഥികളുടെ മേൽ മാനേജ്മെൻറ്റ് നീചത്വം കാട്ടിയാലും രാഷ്ട്രീയ മേലാളന്മാർ ഒത്താശ ചെയ്യുന്നുണ്ട്. അതാണ് 2017 ജനുവരിയിൽ തൃശ്ശൂരിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ജിഷ്ണുവിൻ്റെ ദാരുണ അന്ത്യത്തിൽ നാം കണ്ടത്. എവിടെയായാലും നിയമത്തെ അതിൻ്റെ വഴിക്ക് പോകാൻ വാഴുന്നവർ വിടുകയില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏകപക്ഷീയമായ അക്രമ തേർവാഴ്ച കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ SFIയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബാഗിൽ പണമില്ലെങ്കിലും കയ്യിൽ കിടക്കുന്ന സ്വർണ്ണവള ഊരിത്തന്ന് നിസ്സങ്കോചം സ്നേഹം കാണിച്ച അധ്യാപകരുടെ തലോടലിൽ വളർന്ന സംഘടനയായിരുന്നു ഇത്. എന്നാൽ ഇന്നോ നമ്മൾ സമൂഹത്തിലേക്ക് ഒന്ന് ടോർച്ച് തെളിച്ച് നോക്കണം. 1980കൾക്ക് ശേഷം മുള പൊട്ടിയതാണ് പിഴച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നത്. താന്തോന്നികളായ ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കടന്നു കയറി. വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുമ്പോൾ അവർ ചെന്ന് കയറിയതോടെ സർവീസ് സംഘടനകളും ട്രേഡ് യൂണിയനുകളും മറ്റു ബഹുജന സംഘടനകളുമെല്ലാം കെട്ട അവസ്ഥയിലായി മാറി. പാർട്ടിയെ പോലും ഈ ക്ഷുദ്രസംഘം തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഈ ചട്ടമ്പിമാരുടെ കയ്യൂക്കും തിണ്ണമിടുക്കുമുണ്ടെങ്കിലേ പാർട്ടിക്ക് പോലും നിലനിൽപ്പുള്ളൂ എന്നതാണ് അവസ്ഥ. പൂക്കോട് കലാലയത്തിലെ SFI നേതാക്കളായ സിൻജോയും ഡാനിഷും അക്ഷയും കൂട്ടുകാരും ചേർന്ന് പ്രാകൃതമായ ആൾക്കൂട്ട വിചാരണ നടത്തി സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നുവെന്ന് പിതാവ് ജയപ്രകാശ് തന്നെ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ 3 ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ലെന്നാണ് അതിലുണ്ടായിരുന്നത്. കുറച്ച് വെള്ളമെങ്കിലും അവന് കൊല്ലാൻ നേരത്ത് കൊടുത്തുകൂടായിരുന്നോ എന്ന് ആ പിതാവ് ചോദിക്കുന്നു. താൻ ഈ പ്രായത്തിലും ഗൾഫിൽ ജോലി ചെയ്യുന്നത് അവനെ പഠിപ്പിക്കാനായിരുന്നെന്നുള്ള ജയപ്രകാശിൻ്റെ വാക്കുകൾ വിദേശങ്ങളിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മലയാളികളുടെ നെഞ്ചു പൊള്ളിക്കുന്നതായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം എത്തിയെങ്കിലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ ഇതുകൊണ്ടൊന്നും ആകില്ല. അടിയന്തരാവസ്ഥയിൽ രാജൻ്റെ പേരിൽ K. കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി വിജയ് പേര് മുഴക്കിയവർ സിദ്ധാർത്ഥനെ ഈ ഭരണത്തിൽ കൊന്ന സഖാക്കളുടെ ക്രൂരതയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. 23 വർഷം അധ്യാപികയായിരുന്ന പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസും 2016 ഏപ്രിൽ 31 അടുത്തൂൺ പറ്റാൻ കോളേജിലേക്ക് ചെല്ലുമ്പോൾ ക്യാമ്പസിൽ കണ്ടത് SFIക്കാർ ഒരുക്കിയിരുന്ന പ്രതീകാത്മക ശവദാഹത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യമാണ്. പ്രതീകാത്മക ശവപേടം നിർമ്മിച്ചതിനെ വിദ്യാർത്ഥികളുടെ പ്രതിഭാവിലാസമായി ചിത്രീകരിച്ചത് SFIയുടെ മുൻ ദേശീയ പ്രസിഡൻ്റായിരുന്ന MA ബേബിയായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ച SFI പ്രവർത്തകർക്ക് പിന്തുണയേകിയത് ഇടത് അധ്യാപക സംഘടനയും. ഈ ബീജം വളർന്നാണ് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ അടിച്ചു കൊന്ന് കോളേജ് വളപ്പിൽ കെട്ടിത്തൂക്കിയത്. അതായത് പാർട്ടിയിൽ ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന സംഘമാണ് SFIയിൽ ഇപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന് വ്യക്തം. ഒരു MV ഗോവിന്ദൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല SFI എന്ന് ഒരിക്കൽ കൂടി ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഭ്രൂണാവസ്ഥയിൽ നിന്ന് വളർന്ന് വലുതായപ്പോഴും അതിൽ മാനവിക വികാസം ഉണ്ടായിട്ടില്ല. ഒരു മാഫിയ സംഘമായി ഇത് മാറിക്കഴിഞ്ഞു. SFI രൂപം കൊണ്ട 1970 ഡിസംബർ മുതലുള്ള വീരേതിഹാസങ്ങൾ കേരള ചരിത്രത്തിൻ്റെ
ഉജ്ജ്വലമായ ഒരേടാണ്. അന്നൊന്നും ആരും SFIയുടെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ചോര ചിന്തിയതിനെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ കലാലയങ്ങളിലെ അക്രമി സംഘമായി മാറിയ ഈ വെട്ടുകിളികളെ ഇനിയെങ്കിലും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഒരുപാട് മാതാപിതാക്കൾക്ക് ഇനിയും കണ്ണീര് കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും SFI രാഷ്ട്രീയം കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ക്രിയാത്മകവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങൾ പഠന വിഷയമാക്കണം. അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഫോടനാത്മകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് SFI ഒരു വൈറസായി സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഫണം വിടർത്തിയാടും.